ഹലോ മക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാത്സ് 4ാം ക്ലാസ്സിലെ മാത്സ് ചാപ്റ്റർ 1ൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. പാർട്ട് 2 ആണ്. അപ്പോൾ ഇതിലെന്താണ് തുടങ്ങുന്നത്? 14ാം പേജാണ് കേട്ടോ. കാർഡ് ഗെയിം. There are red, green, blue and yellow cards in a box. One draws 8 cards from it without looking. The cards have different points. അതായത് 4 കാർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ കാർഡ്സിനും ഓരോ കളറാണല്ലേ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് ഏതാണ്? റെഡ്. റെഡിന് എത്ര പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്? 1000 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രീനിന് 100 പോയിൻ്റ് 100 പോയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലൂവിനോ 10 പോയിൻ്റ്, അതായത് 10 ആണ്. യെല്ലോക്ക് 1 പോയിൻ്റ് ആണല്ലേ കൊടുത്തിട്ടുള്ളത്. ആഫ്റ്റർ 1 റൗണ്ട് 6 സ്റ്റുഡൻസ് ഗോഡ് കാർഡ്സ് ഇൻ ലൈക്ക് ദിസ്. അപ്പോൾ ആദ്യത്തെ 6 കുട്ടികളുടെ കാർഡ്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും എത്രയാണെന്ന് നോക്കിയാലോ. നെയിം ആരാണ്? ഫസ്റ്റത്തത് ആരാണ്? അരുണാണ് അല്ലേ. അരുണിന് റെഡ് 1 ആണുള്ളത്. റെഡ് 1 എന്ന് പറയുമ്പോൾ 1000. 1 റെഡ് മുകളിൽ 1000 അല്ലേ. ആ റെഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ 1 ഇട്ടാൽ 1000. ഗ്രീന് 3 ഉണ്ട്. ഇപ്പോൾ ഗ്രീൻ്റെ വാല്യൂ എത്രയാണ്? ഗ്രീൻ്റെ പോയിൻ്റ് എത്രയാണ്? 100 അല്ലേ. അപ്പോൾ ഗ്രീന് 3 എന്ന് പറഞ്ഞാൽ 300. അപ്പോൾ 1300. പിന്നെ ബ്ലൂ എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ 2 10, അപ്പോൾ 20. പിന്നെയോ യെല്ലോ 1 ആണല്ലേ ഉള്ളത്. അപ്പോൾ അല്ല, യെല്ലോ 2 ആണല്ലേ ഉള്ളത്. അപ്പോൾ 2 തന്നെ, 1s 2. അപ്പോൾ അതാണുള്ളത്. അപ്പോൾ എത്രയാണ് അവിടെ നമ്മൾക്ക് പോയിൻ്റ് കിട്ടുന്നത്? 1300 എത്രയാണ്? 22 അല്ലേ. അടുത്തതായിട്ട് മേരിയാണ്. മേരിക്ക് അതുപോലെ തന്നെ റെഡ് 1 ആണ്. അപ്പോൾ 1000. ഗ്രീൻ എത്രയാണ്? 7 ഉണ്ട് അല്ലേ. അപ്പോൾ എത്രയായി? 700. അടുത്തത് ബ്ലൂ 0 ആണ്, ഒന്നുമില്ലല്ലോ. യെല്ലോ ആണെങ്കിലും ഒന്നുമില്ല അല്ലേ. അപ്പോൾ 1700 ആണല്ലേ വരിക. പിന്നെ അടുത്ത ആളാരാണ്? ഫാത്തിമ. ഫാത്തിമക്കും 1 ആണ്. അപ്പോൾ 1000. ഗ്രീൻ ഒന്നുമില്ല അല്ലേ. അപ്പോൾ അവിടെ 0 കൊടുക്കാം. ബ്ലൂ ഒന്നുമില്ല. പിന്നെ 7 ആണ്. അപ്പോൾ 1007 ആണ് അല്ലേ. പിന്നെ ജാഫറിന് അതുപോലെ തന്നെ റെഡ് 1 ആണ്. അപ്പോൾ 1000. ഗ്രീൻ ഒന്നുമില്ല. പിന്നെ ബ്ലൂ 2 ആണുള്ളത്. യെല്ലോ 5. അപ്പോൾ 1025 അല്ലേ. ഇനി ഉഷക്കോ? ഉഷക്ക് റെഡ് 2 ഉണ്ട്. അപ്പോൾ എത്രയാ? 2000. അപ്പോൾ ഗ്രീന് ഒന്നുമില്ല. പിന്നെയോ ബ്ലൂ എത്രയാണ്? 6 ആണ് അല്ലേ. യെല്ലോ ഒന്നുമില്ല. അപ്പം എത്രയാണ്? 2060. പിന്നെ ജോയ് ആണ്. ജോയ് 2 ഉണ്ട്. 1000ൻ്റെ സ്ഥാനത്ത് റെഡ് 2 ഉണ്ടായതുകൊണ്ട് 2000 ആയി. ഗ്രീൻ ഒന്നുമില്ല. ബ്ലൂ ഒന്നുമില്ല. പിന്നെ യെല്ലോ ആണ് 6 ഉള്ളത്. അപ്പോൾ 6 വൺസ് പറഞ്ഞാൽ 6 തന്നെ. അപ്പോൾ 2006 ആണ് പോയിൻ്റ് കിട്ടുക. അപ്പോൾ ഹൂ ഗോട്ട് ദ മോസ്റ്റ് പോയിൻ്റ്? ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടിയിട്ടുള്ളത്? അപ്പോൾ സിമ്പിളായിട്ട് നോക്കാൻ 1000 കിട്ടിയ ആർക്കും ആയിരിക്കുമല്ലോ. ഇപ്പോൾ 2000 2 അല്ലേ. ഇപ്പോൾ ഒരാൾക്ക് ഉഷക്ക് 2060 ഉണ്ട്, ഒരാൾക്ക് 2006 ആണുള്ളത്. അപ്പോൾ ആർക്കാണ് കൂടുതൽ? 2060 ഉഷക്കാണ് അല്ലേ. ഹൂ ഗോട്ട് ദ ലീസ്റ്റ് പോയിൻ്റ്? ആർക്കാണ് ഏറ്റവും കുറവ് പോയിൻ്റ് കിട്ടിയത്? അപ്പോൾ ബാക്കി 1000 ഉള്ള 4 ആളെ നോക്കാം. ഇപ്പോൾ 1000 കഴിഞ്ഞിട്ട് ഗ്രീനിൽ 3 7 ഉള്ളവർ 2 ആൾ നമുക്ക് ഒഴിവാക്കാം. 3. അപ്പോൾ മറ്റ് 2 പേരെ എടുക്കാം. അതല്ലേ 0 ആയിട്ടുള്ളത്. 100s 0 വരുന്നത് അവരാണ്. ഇനി 1007 ഉള്ള ആളുണ്ട്, 1025 ഉള്ള ആളുണ്ട്. അപ്പോൾ ഏതാണ് കുറവ്? 1007 അല്ലേ. അപ്പോൾ ഫാത്തിമ 1007. റൈറ്റ് ദ പോയിൻറ്റ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അപ്പോൾ അത് ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഴുതി നോക്കാം. ആദ്യം 1007, പിന്നെ ഏതാണ്? 1025, പിന്നെയോ 1322, അതിനുശേഷം 1700, പിന്നെ 2006, 2060 അല്ലേ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും വലുത് ഏതാണ് ചെറുത് ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് 1000ൻ്റെ സ്ഥാനത്തുള്ള ഏറ്റവും ചെറുത് ആദ്യം നോക്കുക. പിന്നെ 100ൽ ഒന്നും ഇല്ലാത്തത് നോക്കുക. അപ്പോൾ ചെറുത് കിട്ടും. 100ൽ വലുത് ഏതാണോ അതായിരിക്കും കൂടുതൽ വലുത്. അങ്ങനെ നോക്കിയിട്ട് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അടുത്തതായിട്ട് റാഹൻ ഗോട്ട് 3000s, 2 100s and 3 1s. ഹൗ മെനി പോയിൻറ്റ്സ് ഡിഡ് ഹി ഗെറ്റ് ഇൻ ഓൾ? അപ്പോൾ മൊത്തം എത്ര പോയിൻ്റായി? 3000, 200 and 31 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3201 അല്ലേ. സിമ്പിൾ അല്ലേ എഴുതാൻ. പിന്നെ ദിയ ഗോഡ് 1 ഗ്രീൻ കാർഡ്, 1 റെഡ് കാർഡ് ആൻഡ് 3 ഈച്ച് ഓഫ് ബ്ലൂ ആൻഡ് യെല്ലോ കാർഡ്സ്.
ഹൗ മെനി പോയിൻറ്റ്സ് ഡിഡ് ഷീ ഗെറ്റ് ഇൻ ഓൾ? അതായത് 1 ഗ്രീൻ കാർഡാണ് ദിയക്കുള്ളത്. 1 ഗ്രീൻ കാർഡ് എന്ന് പറയുമ്പോൾ 100. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? 1 റെഡ് കാർഡിൽ. അതൊന്ന് തിരിച്ച് പറഞ്ഞു എന്നുള്ളൂ, നിങ്ങളൊന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്താണ് 1 റെഡ് കാർഡ് എന്ന് പറയുമ്പം 1000. അപ്പോൾ 1000 ആയി. 1 ഗ്രീൻ കാർഡ് പറയുമ്പോൾ ഒരു 100 ആയി, ഒരു 1000 ആയി. പിന്നെയോ ആൻഡ് 3 ഈച്ച് ഓഫ് ബ്ലൂ ആൻഡ് യെല്ലോ കാർഡ്സ്. 3 വീതമാണ് യെല്ലോയും ബ്ലൂ ഉള്ളത്. അപ്പം ബ്ലൂ 10 അല്ലേ, അപ്പം 30 ആയി. മഞ്ഞ യെല്ലോ പറയുന്നത് 1 അല്ലേ, അപ്പം 3 ആയി. അപ്പം 33 ആയി. അപ്പം എത്രയാണ്? 1133. ഓക്കെ അല്ലേ? അടുത്തത് ബാന്തുര ഗോട്ട് 2123 പോയിൻറ്റ്സ്. വാട്ട് ആർ ദ കളേഴ്സ് ഓഫ് ദ കാർഡ്സ് ഷീ ഗോഡ്? ഹൗ മെനി ഓഫ് ഈച്ച്? അപ്പോൾ കാർഡ്സ് എത്രയാണ് കിട്ടിയിട്ടുള്ളതെന്നാണ് തിരിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 2000 എന്ന് പറയുമ്പം റെഡ് 2 കാർഡ് അല്ലേ. പിന്നെയോ 100 1, അപ്പം ഗ്രീൻ 1, അപ്പോൾ റെഡ് 2, ഗ്രീൻ 1, പിന്നെയോ ബ്ലൂ എത്രണ്ണ? 2 എണ്ണം അല്ലേ. പിന്നെ യെല്ലോ 3, അപ്പം 2123 അല്ലേ, അങ്ങനെയല്ലേ കിട്ടുക? അടുത്തതായിട്ട് ഹൗ മെനി കാർഡ്സ്. ഇതുപോലെ നേരത്തെ തന്ന പോലെ തന്നെ കാർഡ്സിൻ്റെ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദ ടേബിൾ ഷോസ് ദ പോയിൻറ്റ് ഫോർ ചിൽഡ്രൻ ഗോട്ട് ഇൻ ദ കാർഡ് ഗെയിം. ഹൗ മെനി ഓഫ് ഈച്ച് കാർഡ് ഡിഡ് ഈച്ച് ഗെറ്റ്? ഫിൽ ഇൻ ദ ടേബിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ പേരും കൊടുത്തിട്ടുണ്ട്, അവർക്ക് കിട്ടിയ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കളേഴ്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മുകളിൽ നമ്മൾ 2123 എഴുതിയ പോലെ തന്നെ വിഭജിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അച്ചുവിന് 3140 3140 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3000 ആണല്ലോ. അപ്പോൾ റെഡ് 3 ആണ്, ഗ്രീന് 1 ആണ്, ബ്ലൂ 4 ആണ്, യെല്ലോ 0 ആണ്. അതാണ് 3140 കിട്ടിയിട്ടുള്ളത്. ഇനി ജോണിക്ക് 2303 ആണുള്ളത്. അപ്പോൾ 2002 റെഡിൻ്റെ താഴെ എഴുതുക, 3 ഗ്രീൻ്റെ താഴെ, 0 ബ്ലൂവിൻ്റെ താഴെ, യെല്ലോൻ്റെ താഴെ വീണ്ടും 3 എന്ന് എഴുതി കൊടുക്കാം. അതുപോലെ റാണിക്കോ 3000 ആണ്. അപ്പോൾ 3 റെഡിൻ്റെ താഴെ എഴുതാം, 1 ഗ്രീൻ്റെ താഴെ, 2 തന്നെ ഈച്ച് 2 ഈച്ച് 2 ആണ് ബ്ലൂവിനും യെല്ലോക്കും കിട്ടുന്നത്. ഈച്ച് ഓഫ് ബ്ലൂ ആൻഡ് യെല്ലോ കാർഡ്സ് 2 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ 3122 നേരെ എഴുതി കൊടുക്കാം. അടുത്തത് 2006 നേരെ അങ്ങ് എഴുതി കൊടുക്കാം. അച്ചു ഗോട്ട് 3140 പോയിൻറ്റ്സ് ഫ്രം 3100 ആൻഡ് 410 റൈറ്റ് അല്ലേ. 4 10s അല്ലേ. 3000 ആണ്, 3000 ആണ്, അതുപോലെ ഒരു 100 ആണ്, ഒരു 100 ആണ്, പിന്നെ 4 10 ആണ് അല്ലേ, 1s ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൗ ഡു വി റൈറ്റ് 2303? എങ്ങനെയാണ് ഇത് 1000 100 10s 1s എന്നൊക്കെ എഴുതുക? ഈ 2303 എത്ര 1000 ഉണ്ട്? 2000 ഉണ്ട് അല്ലേ. എത്ര 100s ഉണ്ട്? 300s ഉണ്ട്. 10സോ 0 10s ആണ് അല്ലേ. 1s 3 ആണ് അല്ലേ. അപ്പോൾ ഓക്കെ അല്ലേ. ഇനി അടുത്തത് ബൈസൈക്കിൾസ്. അബു, ജോണി ആൻഡ് ബാലു ബോട്ട് ബൈസൈക്കിൾസ്. ഇവർ 3 പേരും സൈക്കിൾ വാങ്ങി. ദ പ്രൈസ് ഓഫ് അബൂസ് ബൈസൈക്കിൾ ഈസ് 3250 റുപ്പീസ്. അബുവിൻ്റെ സൈക്കിളിന് 3250 രൂപയാണ് അല്ലേ. ഹി ഗേവ് 3000 റുപ്പി നോട്ട്സ് ആൻഡ് 200 റുപ്പി നോട്ട്സ് ആൻഡ് 5 10 റുപ്പീസ് നോട്ട്സ്. അപ്പോൾ അവൻ എങ്ങനെയാണ് പൈസ കൊടുത്തിട്ടുള്ളത്? 3000 ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. പിന്നെയോ 200s കൊടുത്തിട്ടുണ്ട്, പിന്നെ 5 10 റുപ്പീസ് നോട്ട്സും ആണ് കൊടുത്തിട്ടുള്ളത്. ജോണി ഗേവ് 3000 റുപ്പി നോട്ട്സ് ആൻഡ് 400 റുപ്പി നോട്ട്സ് ആൻഡ് 5 10 റുപ്പീസ് നോട്ട്സ്. അപ്പോൾ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഹിസ് ബൈസൈക്കിൾ? ഇൻ ഫിഗേഴ്സും വേർഡ്സിലും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അക്കത്തിലും അക്ഷരത്തിലും എഴുതണം. അപ്പോൾ എത്രയാണ്? 3000 ആണ്. അപ്പോൾ 3 എഴുതി കൊടുക്കാം. പിന്നെയോ 400 റുപ്പിയാണ്, അപ്പോൾ 4 എഴുതാം. അപ്പോൾ 3400 ആയി. പിന്നെയോ 5 10 റുപ്പി നോട്ട്സും ആണ്. അപ്പോൾ 3450 ആണ് ആൻസർ വരിക. 3450.
അടുത്തതായിട്ട് ബാബു ബോട്ട് എ സീറ്റ് കവർ ആൻഡ് ബെൽ ഓൾസോ. ബാബു എന്ത് ചെയ്തു? സൈക്കിൾ വാങ്ങിയപ്പോൾ ഒരു സീറ്റ് കവറും ബെല്ലും കൂടെ വാങ്ങി. ദ ടോട്ടൽ പ്രൈസ് വാസ് 4265 റുപ്പീസ് ആയിട്ടുണ്ട്. ഇൻ വാട്ട് ഓൾ വേസ് ക്യാൻ വി റൈറ്റ് ദിസ് നമ്പർ? ഇത് നമുക്ക് ഏതൊക്കെ വഴിയിൽ എഴുതാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4265 ആണ്. അപ്പോൾ എങ്ങനെ വരും? ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട് 426 ടെൻസ് ഉണ്ട്, അതുപോലെ 5 വൺസും തന്നിട്ടുണ്ട്. അടുത്തത് എന്താണ്? ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എത്ര 1000 ആണ്? 4 അല്ലേ? ഹൺഡ്രഡ്സോ 2, ടെൻസ് 6, വൺസ് 5 അല്ലേ? ഇനി ഇവിടെ അടുത്തത് താഴെ വരുന്നേരം ഡാഷ് ഹൺഡ്രഡ്സ് ആൻഡ് 6 ടെൻസ് 5 വൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടുക്ക് തന്നിട്ടുള്ള ആ ഒരു നമ്പറിൽ നിന്നും 4265 എന്നുള്ളതിൽ നിന്ന് 5 വൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. 6 ടെൻസ് തന്നിട്ടുണ്ട്, അത് ഒഴിവാക്കുക. ബാക്കി എത്രയാണുള്ളത്? 42 ഉണ്ട് അല്ലേ? അപ്പോൾ ആ 42 ഹൺഡ്രഡ്സ് ആണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ സിമ്പിളായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ അടുത്തത് 4000 തന്നിട്ടുണ്ട്, ടെൻസും വൺസും തന്നിട്ടില്ല. അപ്പോൾ 4000 മാത്രം തന്ന സ്ഥിതിക്ക് വൺസ് എത്ര നമുക്കറിയാലോ. എത്രയാണ് വൺസ്? 5 ആണ് അല്ലേ? അപ്പോൾ 5 വൺസ് താഴെ എഴുതിയാൽ പിന്നെ ബാക്കി എത്രയാണ് ഉണ്ടാവുക? 26 ടെൻസ്. ഓക്കെ അല്ലേ? പിന്നെ അടുത്തത് 42 ഹൺഡ്രഡ്സ് തന്നിട്ടുണ്ട്, പിന്നെ ഡാഷ് വൺസ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 42 പോയാൽ ബാക്കി എത്രയാണുള്ളത്? 65. അപ്പോൾ ആ 65 അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. 65 വൺസ്. പിന്നെ ഡാഷ് വൺസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഡാഷ് വൺസ് എന്ന് മാത്രം. അപ്പം 4265 എത്ര വൺസാണ് ഉള്ളത്? 4265 തന്നെ. ആ സെയിം സാധനമാണ് നമ്മൾ വൺസും ചോദിക്കുമ്പോൾ ഏത് അക്കാണെങ്കിലും അതേ സെയിം ആണ് കേട്ടോ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് നോക്കാം. അതായത് ഇൻ ഫിഗേഴ്സ് ആൻഡ് വേർഡ്സ്. ഫിഗേഴ്സിലും വേർഡ്സിലും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് 4265 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. 4265 അങ്ങനെയാണ് മലയാള മീഡിയക്കാർക്ക്. പിന്നെ അടുത്തത് എന്താണ്? ഫിഗർ തന്നിട്ടില്ല, വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. 3620. അപ്പം നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം 3620. അപ്പോൾ 3620 എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് 3030 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 30 പിന്നെ 30 അങ്ങനെ എഴുതി കൊടുക്കാം. അടുത്ത എന്താ തന്നിട്ടുള്ളത്? 3001 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 3001 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ 5022 ആണ്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് എഴുതി കൊടുക്കാം. പിന്നെയോ 6070 അല്ലേ? അപ്പോൾ അത് വായിക്കാൻ എളുപ്പത്തിൽ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1000 അങ്ങനെ ബാക്കോട്ട് എണ്ണി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ 6070 അങ്ങനെ എഴുതി കൊടുക്കാം. പിന്നെ നമുക്ക് വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്. 7500 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 7000 എന്ന് പറയുമ്പോൾ 7, പിന്നെ 500 എന്ന് പറയുമ്പോൾ 500. അപ്പോൾ 7500 ആയില്ലേ? പിന്നെയോ 9090 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ എഴുതി കൊടുക്കാം. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടമുള്ളതൊന്ന് എഴുതി കൊടുത്താൽ മതി. ഇഷ്ടമുള്ളത് ഇപ്പോൾ 4022 ആണെങ്കിൽ 4022 എന്ന് അവിടെ സ്പെല്ലിംഗ് ആയിട്ട് എഴുതിയും കൊടുക്കാം. പിന്നെ ഉള്ളത് എന്താണ്? കംപ്ലീറ്റ് ദ പാറ്റേൺ ആണ്. എന്താണ്? 2100, 2200, 2300, പിന്നെ 2400, 2500, 2600. അപ്പോൾ നമ്മൾ പാറ്റേൺ നോക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റത്തെ 2 പിന്നെ അക്കങ്ങൾ തമ്മിൽ നോക്കുക. 2100നോട് എത്ര കൂട്ടിയപ്പോഴാണ് 2200 കിട്ടിയത്? 100 അല്ലേ? 100 200 അല്ലേ? അപ്പോൾ നമ്മൾ ആ 2300നോട് ആ 100 കൂട്ടുക. അപ്പോൾ 400 ആയി. പിന്നെയും 100 കൂട്ടുക. അപ്പോൾ 500 ആയി. അങ്ങനെയാണ് കേട്ടോ കൂട്ടി പോകേണ്ടത്. ഇനി അടുത്തത് എന്താ തന്നിട്ടുള്ളത്? 3300 തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് 3200 ആണ്. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കാം? 300 നിന്നും 100 മൈനസ് ആയതാണ് അല്ലേ 200ലേക്ക്. അപ്പം നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? 3300, 3200, 3100, പിന്നെ 100 പിന്നെ മൈനസ് ചെയ്താൽ 3000, പിന്നെ 2900, പിന്നെ 2800. ഓക്കെ അല്ലേ? പിന്നെയോ 5200. അപ്പോൾ 200 ആണ് കൂട്ടിയിട്ടുള്ളത്. 5400, 5600, 5800, പിന്നെയോ 6000 അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ അടുത്തത് 6500, 6300. അപ്പോൾ 500 നിന്നും 300
ആവുമ്പോൾ എന്തായി 200 മൈനസ് അയക്കുകയാണ്. അപ്പോൾ 6100. പിന്നെ എത്രയാണ് വരിക? 5900, 5700, 5500. ഓക്കെ അല്ലേ? അടുത്തത് 8600, 8700, 8800. പിന്നെ 100 കൂട്ടി പോവുക 8900. പിന്നെയോ 9000, പിന്നെ 9100. ഓക്കെ. ഇനി ഫിൽ ഇൻ ദ നമ്പർ. ഈ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, ഒഴിഞ്ഞ നമ്പറൊക്കെ. അപ്പോൾ 1020, 1030, 1040. ഇപ്പോൾ 10 ആണ് കൂട്ടി പോകുന്നത്. 1050, 1060, 1070. പിന്നെ അടുത്തത് 7070, 7080, 7090. പിന്നെ എത്രയാണ്? 7100, 7110, 7120 അല്ലേ? പിന്നെ 2073, 2083, 2093. അതും 10 ആണ് കൂട്ടി പോകുന്നത്. പിന്നെയോ 2103, 2113 അല്ലേ? 2123 അല്ലേ? അങ്ങനെയല്ലേ വരിക? അടുത്തതോ 3940. പിന്നെയോ 3960, 3980. അപ്പോൾ 20 ആണ് കൂട്ടി പോകുന്നത്. 3980 കഴിഞ്ഞാൽ 4000, 4020, 4040 അങ്ങനെയാണ് വരിക കേട്ടോ. നെക്സ്റ്റ് നോക്കാം. അതുപോലെ തന്നെ അടുത്തതും ചെയ്യാനുണ്ട്. 4200 തന്നിട്ടുണ്ട് ഒരു ബോക്സിൽ. നമ്മൾ എത്രയാണ് പല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 4000 ഡാഷ് ഹൺഡ്രഡ്സ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ 4 അങ്ങ് മാറ്റിയിട്ട് ബാക്കി എത്രയാണുള്ളത്? 200 ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എത്രയാണ് ഇവിടെ എഴുതേണ്ടത്? 2 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ അടുത്തത് എന്താണ്? ടെൻസ്. ടെൻസ് എത്ര എണ്ണാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡാഷ് ടെൻസ് മാത്രമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 1000 അങ്ങനെ വേറെ എഴുതാൻ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? വൺസ് തുഞ്ചത്ത് നിന്ന് എണ്ണാൻ തുടങ്ങുക. 1s 0 അല്ല 1s 10s എന്ന് എണ്ണുക. അപ്പം ടെൻസ് എന്നുമ്പോൾ രണ്ടാമത്തെ 0 അല്ലേ ടെൻസ് വരുന്നത്? തുഞ്ചത്തുള്ളതിന്മേൽ 1s, രണ്ടാമത്തത് 10s. അപ്പോൾ എത്രയാണ് ടെൻസ് വരിക? അപ്പോൾ ബാക്കിയുള്ള മേക്കുന്ന എല്ലാം എഴുതണം. 420. അപ്പോൾ 420 ടെൻസ്. ഇനി 1s എഴുതുകയാണെങ്കിലോ 1s എന്ന് പറയുന്നത് തുഞ്ചത്തുള്ള 0 അല്ലേ? അതുകൊണ്ട് മൊത്തം 4200 മൊത്തം എഴുതണം. ഇനി ഹൺഡ്രഡ്സ് പറയുകയാണെങ്കിൽ തുഞ്ചത്തുനിന്ന് 1s, 10s, 100s വരെയുടെ 2 അല്ലേ? അപ്പോൾ 4ഉം 2ഉം മാത്രം മതി. അതിൻ്റെ ബേക്കോട്ടുള്ളത് 4, 2, 42 100s. ഇനി മക്കൾ പറഞ്ഞേ 3897 ആണ്. 897 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുകളിൽ 3000 തന്നിട്ടുണ്ട്. ഡാഷ് ടെൻസ് 7 1s എന്നാണ്. അപ്പോൾ 7 1s ഉണ്ട്, 3000 തന്നിട്ടുണ്ട്. ബാക്കി നടുക്ക് എത്രയാണുള്ളത്? ടെൻസിൻ്റെ ബേക്കോട്ട് എഴുതാത്തത് 3000 എഴുതിയത് കൊണ്ട് അത് കൂട്ടത്തിൽ എഴുതണ്ട. 89 ടെൻസ്. പിന്നെ ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത്? 7 1s തന്നിട്ടുണ്ട്, 9 10s തന്നിട്ടുണ്ട്. അപ്പോൾ തുഞ്ചത്തുള്ള 2 എണ്ണം പോയി. ഡാഷ് ഹൺഡ്രഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 100 പറയുന്നത് 8 ആണ്. അപ്പം നമ്മൾ 100s എന്ന് പറയുമ്പോൾ 8ൻ്റെ ബേക്കോട്ടുള്ളത് 1000 എഴുതാത്ത കൊണ്ട് ബേക്കോട്ടുള്ളതും കൂടി കൂട്ടിയിട്ട് 3800s. അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അടുത്തത് എന്താ തന്നിട്ടുള്ളത്? 7 1s തന്നിട്ടുണ്ട്. പിന്നെ ഡാഷ് 10s എന്നാണ്. അപ്പോൾ 1000 100s ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 7 1s ഒഴിവാക്കിയിട്ട് ബാക്കി 389 10s എന്ന് എഴുതി കൊടുക്കാം. പിന്നെന്താ തന്നിട്ടുള്ളത്? 3000 തന്നിട്ടുണ്ട് അല്ലേ? ഫസ്റ്റത്തെ 3 അങ്ങ് പോയാൽ ബാക്കി എത്രയാണ്? 897 1s, 897 1s. ഓക്കെ അല്ലേ? 1സിൻ്റെ ബേക്കോട്ട്. എന്നാൽ 3000 അവിടെ തന്നത് കൊണ്ട് അത് എഴുതണ്ട. ബാക്കിയുള്ള 3 അക്കം കൂടെ 1സിൽ എഴുതി കൊടുക്കാം. ഇനി വേണ്ടത് 6875 ആണ്. അപ്പോൾ അത് ഇതുപോലെ തന്നെ 4 രീതിയിലാക്കി എഴുതി കൊടുക്കാം. ഒന്ന് എന്തെഴുതാം? 6000, പിന്നെ 875 100s എന്ന് എഴുതാം. അടുത്തത് എന്തെഴുതാം? ടെൻസ് മാത്രമാക്കിയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? ടെൻസ് എങ്ങനെ എഴുതാം? ടെൻസ് മാത്രമാക്കിയിട്ടില്ല, ഇതിൽ ടെൻസ് മാത്രമാക്കി എഴുതാൻ പറ്റില്ല. 1s 5 ഉണ്ടായതുകൊണ്ട്. അപ്പോൾ 5 1s എഴുതാം. പിന്നെ എന്തെഴുതാം? 687 10s എന്ന് എഴുതാം. അടുത്തതോ മൊത്തം 1s എഴുതാം. 6000
875 വൺസ് എന്ന് എഴുതാം. പിന്നെയോ 5 വൺസ്, 7 ടെൻസ്, 65 ഹൺഡ്രഡ്സ് എന്ന് എഴുതാം. 100 നമ്മൾ ബാക്കിൽ നമ്മൾ എവിടെയാണോ നിർത്തുന്നത് അതിൻ്റെ ബാക്കോട്ട് ആ നിർത്തുന്ന സംഖ്യയാണ് പറയേണ്ടത് കേട്ടോ. 68 ഹൺഡ്രഡ്സ്, അതുപോലെ 7 പിന്നെ ടെൻസ്, 5 വൺസ്, അങ്ങനെ എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? ദ റോമൻ വേ. ഇൻ റോമൻ നമ്പർ സിസ്റ്റം ദ ലെറ്റേഴ്സ് 1, 5, 10, L, C, D ആൻഡ് M ആർ യൂസ്ഡ്. ഇൻ റോമൻ നമ്പർ സിസ്റ്റം 1 ഈസ് ഡെനോട്ടഡ് ബൈ. 1 എങ്ങനെയാണ് എഴുതുക റോമൻ നമ്പറിൽ? ദാ സൈഡിൽ ബോക്സ് കൊടുത്തിട്ടുണ്ട് 1 പോലെ തന്നെ. 5 ഈസ് ഡെനോട്ടഡ് ബൈ. 5 എങ്ങനെയാണ്? നമ്മൾ ക്ലാസ്സൊക്കെ എങ്ങനെയാണല്ലേ എഴുതുക. പിന്നെ 4 എങ്ങനെയാണ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 എങ്ങനെയാണ് എഴുതുക? 6 5ൻ്റെ റൈറ്റ് ഭാഗത്ത് ഒരു 1 വരച്ചു കൊടുക്കുക. പിന്നെ റൈറ്റിംഗ് 2 1 ഓൺ ദ റൈറ്റ് 5 മേക്ക് 7 ആയി. 5ൻ്റെ ഭാഗത്ത് 2 ലൈന് വരച്ചാൽ 7 ആയി. വാട്ട് അബൌട്ട് 8? ഇപ്പോൾ 3 ലൈന് വരച്ചാൽ 8 ആയില്ലേ. പിന്നെ 9ഓ? 10 പോലെ എക്സ് പോലെ ഇട്ടിട്ട് അതിൻ്റെ ഇടതുഭാഗത്ത് ഒരു 1 ഇട്ട് കൊടുത്താൽ 9 ആയില്ലേ. ഇനി അടുത്തത് നോക്കാം. അവാർഡ് ആൻഡ് ഇയർ. ദ ലിസ്റ്റ് ഷോസ് ദ നെയിംസ് ഓഫ് റിട്ടേൺസ് ഹു ഗോട്ട് എഴുത്തച്ഛൻ അവാർഡ് ഇൻ വേരിയസ് ഇയേഴ്സ്. റൈറ്റ് ദ ഇയേഴ്സ് ഇൻ ഓർഡർ എന്നാ പറഞ്ഞിട്ട്. അപ്പോൾ ഓർഡറിൽ എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയ കുറേ ആൾക്കാരെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷവും കൊടുത്തിട്ടുണ്ട്. ബാക്കി വർഷങ്ങൾ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1993, 94, 95, 96, 97, 98, 99, 2000, 2001, 2002, 2003, 2004, 2005, 2006, 2007, 2008, 2009, 2010, 2011, 2012, 2013, 2014 വരെ ഉള്ള വർഷങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ ആ ഒരു ഓർഡറിൽ അങ്ങനെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ. അഡ്മിഷൻ നമ്പർ. ഇൻ ദ ന്യൂ സ്കൂൾ മീനു ആൻഡ് ഹെർ ഫ്രണ്ട്സ് ആർ ഗിവൺ കോൺസെക്യൂട്ടീവ് അഡ്മിഷൻ നമ്പേഴ്സ്. റൈറ്റ് ദ നമ്പേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് പുതുതായിട്ട് സ്കൂളിലേക്ക് ചേർന്ന കുട്ടികൾക്ക് തുടർച്ചയായിട്ടുള്ള നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബോക്സിൽ 3008 3008 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ എഴുതണം. 3009, 3010, 3011, 3012, 3013 അതുവരെ കൊടുക്കണം. മായക്ക് 3013 3013 കിട്ടിയിട്ടുള്ളത്. ആഫ്റ്റർ ദം പിന്നീട് 20 മോർ ചിൽഡ്രൻ ജോയിൻറ്റഡ്. വാട്ട് ഈസ് ദ അഡ്മിഷൻ നമ്പർ ഓഫ് ദ ലാസ്റ്റ് വൺ? പിന്നെ 20 കുട്ടികളും കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ലാസ്റ്റ് മായയുടേത് എത്രയായിരുന്നു? 3013 ആണല്ലേ. അപ്പോൾ 13നോട് 20 കൂടെ കൂട്ടിയാൽ എത്രയായി? 3033. ഓക്കെ അല്ലേ? പിന്നെ ആഫ്റ്റർ 1 month ദ ലാസ്റ്റ് അഡ്മിഷൻ നമ്പർ വാസ് 3049. ഹൗ മെനി ന്യൂ സ്റ്റുഡൻസ് ജോയിൻഡ്? അപ്പോൾ പിന്നെ അടുത്ത മാസം എന്തായി? 3049 ആയി. അപ്പോൾ എത്ര കുട്ടികളും കൂടെ ജോയിൻ്റ് ആയിട്ടുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 3049 നിന്നും 3033 മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 16. അടുത്തത് എന്താണ്? വേൾഡ് കപ്പ് ഫുട്ബോൾ. വേൾഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈസ് ഹെൽഡ് എവറി 4 years. റൈറ്റ് ഇൻ ഓർഡർ ദ ഇയേഴ്സ് ഇൻ വിച്ച് ദ ടൂർണമെൻറ്റ് വാസ് ഹെൽഡ്. ഓരോ 4 വർഷം കഴിയുമ്പോഴാണ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇറ്റലിയിൽ നടന്നൊരു വർഷം തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി 4 വർഷം കുറയ്ക്കുക, മുകളിലത് കണ്ടുപിടിക്കാൻ. അതുപോലെ മുൻപോട്ട് 4 വർഷം കൂട്ടിങ്ങോണ്ട് താഴെയുള്ളതും കണ്ടുപിടിക്കുക. അപ്പോൾ മുകളിൽ എത്ര വരും? 1990ൻ്റെ തൊട്ട് മുകളിലായിട്ട് എത്ര വരും? 1986 അല്ലേ? 4 വർഷം ബേക്കോട്ട്. പിന്നെ 4 വർഷം ബേക്കോട്ട് എടുത്താൽ 1982. വീണ്ടും 4 വർഷം ബേക്കോട്ട് എടുത്താൽ 1978. ഇനി അതിന് ശേഷം 1990 ശേഷം എത്രയാണ്? 1994 4 വർഷം കൂട്ടിയാൽ പിന്നെ 1998, പിന്നെ 2002, 2006, 2010, 2014 എത്രയാണ് അല്ലേ? അപ്പം ഒരു ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, വാട്ട് ഷുഡ് ബി ആഡഡ് ടു 333 ടു ഗെറ്റ് 3333. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3666 ആയിരിക്കും അല്ലേ ആൻസർ വരിക. ഒന്ന് മക്കൾ കൂട്ടി നോക്കൂ കേട്ടോ. അടുത്തതായിട്ട് ഒരു കുട്ടി പറയാണ്, ഐ വിൽ ഗോ ടു സീ ദ വേൾഡ് കപ്പ് ഇൻ 2025. 2025 വേൾഡ് കപ്പ് ഞാൻ കാണാൻ പോകുന്നു.
അപ്പോൾ ഫാറ്റ് ചാൻസ്. അപ്പോൾ മറ്റേ കുട്ടി പറയുകയാണ് ഒരു ചാൻസും ഇല്ലയെന്ന്. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ കുട്ടിക്ക് കാണാൻ പറ്റുമോയെന്ന്. ദ നെക്സ്റ്റ് വേൾഡ് കപ്പ് വിൽ ബി ഹെൽഡ് ഇൻ വിച്ച് ഇയർ? ഏത് വർഷമാണ് വരിക? നമ്മൾ 2014 വരെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. പിന്നെ 4 വർഷം കഴിഞ്ഞാൽ 2018, പിന്നെ 2022, 2026 ആണല്ലേ വരിക. അടുത്ത വർഷം ഏതാണ്? 2018 വരിക. അപ്പോൾ ഇഫ് കണ്ടിന്യൂസ് ഷുഡ് ബി ഹെൽഡ് ദിസ് വേ വുഡ് ദർ ബി എ ടൂർണമെൻറ്റ് ഇൻ 2025. അപ്പോൾ 2025 ടൂർണമെൻറ്റ് ഉണ്ടാവുമോ? ഇല്ല അല്ലേ. പിന്നെ 2022 കഴിഞ്ഞാൽ 2026 ഉണ്ടാവുക. പിന്നെ സൈഡിലൊരു റൗണ്ടിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം. ദ ഡിജിറ്റ്സ് ഇൻ എ കാർസ് നമ്പേഴ്സ് ആർ 4 consecutive നമ്പേഴ്സ്. ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 9. ക്യാൻ യു ഫൈൻഡ് ദ നമ്പർ? ഇപ്പോൾ ഫസ്റ്റത്തേയും ലാസ്റ്റത്തെയും നമ്പർ തമ്മിൽ കൂട്ടിയാൽ 9 കിട്ടുകയും വേണം. എന്നാൽ അത് തുടർച്ചയായിട്ടുള്ളൊരു നമ്പർ 4 അക്ക നമ്പറും ആവണം. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റും ലാസ്റ്റും കൂടെ പിന്നെ 9 കിട്ടുന്ന നമ്പർ ഏതായിരിക്കും? 2ഉം 8ഉം ആയാൽ ആവില്ല അല്ലേ. 1ഉം 8ഉം ആയാൽ ഇല്ല, തുടർച്ചയായിട്ടുള്ള 4 അക്കം കിട്ടില്ലല്ലോ. അപ്പം നമുക്ക് 3ഉം 6ഉം ആയാലോ. 3ഉം 6ഉം 9 ആണ്. പിന്നെ അടുത്ത സംഖ്യ 3 കഴിഞ്ഞിട്ട് 4, 5, 6. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് ഏത് കൊടുക്കാം? 3, 4, 5, 6. അപ്പോൾ തുടക്കത്തിലുള്ള 3ഉം ലാസ്റ്റുള്ള 6ഉം കൂട്ടിയാൽ 9 ആവുകയും ചെയ്തു. എന്നാൽ 3, 4, 5, 6 എന്നുള്ള തുടർച്ചയായിട്ടുള്ള നമ്പറും ആയില്ലേ. ഓക്കെ അല്ലേ. അടുത്തതായിട്ട് മൗണ്ടെയ്ൻസ്. The names and height of some mountains are given below. List them from the shortest to the highest ആണ് ചോദിച്ചിട്ടുള്ളത്. കുറച്ച് മൗണ്ടെയ്ൻസിൻ്റെ പേരുകൾ തന്നിട്ടുണ്ട്, അവരുടെ ദൂരവും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതാണ് നോക്കിയിട്ട് ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ വേൾഡ്സ് ഹയസ്റ്റ് മൗണ്ടെയിൻ ഈസ് എവറസ്റ്റ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ് ആണ്. കേരളാസ് ഹയസ്റ്റ് മൗണ്ടെയിൻ ഈസ് ആനമുടി. കേരളത്തിലത്തത് ആനമുടിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ എവറസ്റ്റ് 8848 8848 മീറ്റേഴ്സ് ഉണ്ട്. അപ്പം ഷോർട്ടസ്റ്റ് ടു ഇത് ഹയസ്റ്റ് ആണ് പറഞ്ഞത്. ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് അല്ലേ. അപ്പോൾ ഇതിലേതാ ഏറ്റവും ചെറുത്? 2695. അപ്പോൾ ഫസ്റ്റ് 2695 എഴുതാം. പിന്നെ ഏതാണ്? 7816 എഴുതാം. പിന്നെ ഒക്കെ 8000 ആണല്ലേ. 8000 പിന്നെ ഏതാ കുറവുള്ളത്? 8126, പിന്നെ 8586, പിന്നെ 8611, പിന്നെയോ 8848. ഓക്കെ അല്ലേ. അടുത്തതായിട്ട് പ്ലേസ് വാല്യൂ യൂസിങ് ദ ഡിജിറ്റ്സ് 5, 0. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ യു മേക്ക്? 5, 0 ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്ര നമ്പേഴ്സ് 4 അക്കമുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 5, 0 മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അത് 4 അക്കം ആവുകയും വേണം. എത്ര 5ഉം എത്ര 0യും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അവിടെ ഉദാഹരണത്തിന് 5000 തന്നിട്ടുണ്ട്, 5005ഉം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര കൊടുക്കാം? 5050 കൊടുക്കാം. പിന്നെ 5505 കൊടുക്കാം, 5500 കൊടുക്കാം, 5550 കൊടുക്കാം, 5055 കൊടുക്കാം അല്ലേ. ഓക്കെ അല്ലേ. അടുത്തത് എന്താണ്? അറേഞ്ച് ദീസ് നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ഹയസ്റ്റ്. അപ്പോൾ ഇതിൽ ചെറുത് മുതൽ വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെറുത് ഏതാണ്? 5000 ആണ്. അടുത്തതോ? പിന്നെ 5050 ആണ് വരിക. പിന്നെ 5055 വരും. പിന്നെയോ 5500 വരും, 5505 വരും, പിന്നെ 5550 വരും. ഓക്കെ അല്ലേ. ഇൻ ദിസ് ദ പ്ലേസ് വാല്യൂ ഓഫ് ദ among them the largest number is 5555. In this the place value of the 5 at the left end is dash. അതിൽ 5555 എന്നുള്ളതിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന 5ൻ്റെ പ്ലേസ് വാല്യൂ എത്ര? 1000 ആണ് അല്ലേ, 1000 ആണ്. പിന്നെ വാട്ട് അബൌട്ട് ദ 5 അറ്റ് ദ റൈറ്റ് എൻഡ്? തീരുമ്പോൾ ഉള്ളത് എത്രയാണ്? റൈറ്റ് എൻഡ് വലതു ഭാഗത്തുള്ളത് അത് 1 ആണ് അല്ലേ. അടുത്തത് എന്താണ്? ഹൂ ആം ഐ? ഞാൻ ആരാണെന്ന് വെച്ചിട്ട് ബിറ്റ്വീൻ 1200 ആൻഡ് 1300. ഞാൻ 1200ൻ്റെയും 1300ൻ്റെയും ഇടയ്ക്കാണ്. 3 ഇൻ ദ ടെൻസ് പ്ലേസ്. അപ്പോൾ 3 ആണ് ടെൻസ് പ്ലേസിലുള്ളത്. ഇവൻ നമ്പർ
1 ഡിജിറ്റ് ഈസ് റിപ്പീറ്റഡ്. ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ്, ടെൻസിൻ്റെ സ്ഥാനത്ത് 3 ആണ്. അത് ഉറപ്പിച്ചില്ലേ? പിന്നെ 1200 1300 ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ 200 എന്ന് പറയുമ്പോൾ 2 അല്ലേ പിന്നെ ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്ത് ഉണ്ടാവുക. അപ്പോൾ 2 ഡിജിറ്റ്സ് ഒരേ അക്കം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ 3 കഴിഞ്ഞിട്ടും 2 തന്നെ. പിന്നെ 1200 1300 ആകുമ്പോൾ ഫസ്റ്റ് 1000 തന്നെ അല്ലേ വരിക. അപ്പോൾ എത്രയാണ് ഉത്തരം വരുന്നത്? 1232. 3 പിന്നെ 10ൻ്റെ സ്ഥാനത്ത് വരുന്നു എന്ന് അവർ തന്നെ ക്ലൂ തന്നിട്ടുണ്ട്. പിന്നെ 1200 അല്ല, എന്തായാലും 1200 300 ഇടയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു 2 തന്നെ ലാസ്റ്റ് എഴുതുക. അപ്പോൾ 1232 ഉത്തരം വരുന്നത്. പിന്നെ ക്യാൻ യു ഫൈൻഡ് മീ, എന്നെ അറിയോ കണ്ടുപിടിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഐ ആം എ 4 ഡിജിറ്റ് നമ്പർ. ഞാൻ 4 അക്ക നമ്പറാണ്. മീ ആൻഡ് 2 ടൈംസ് മീ ടുഗദർ മേക്ക് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ. ഹൂ ആം ഐ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഞാനൊരു 4 അക്ക സംഖ്യയാണ്. എന്നെ 2 ടൈംസ് കൂട്ടിയാൽ 4 അക്ക സംഖ്യയിൽ ഏറ്റവും വലിയ ഡിജിറ്റ് നമ്പർ ആവുന്ന പറഞ്ഞത്. 4 അക്ക സംഖ്യയിൽ ഏറ്റവും വലിയ ഡിജിറ്റ് ഏതാ? 9999. അപ്പോൾ അതിൻ്റെ 2 മടങ്ങ് പോയാൽ 3333 അല്ലേ? അതിൻ്റെ 2 മടങ്ങല്ലേ ഏറ്റവും വലിയ സംഖ്യയായിട്ടുള്ള 9999. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഓഡ് ആൻഡ് എവൻ. ഫസ്റ്റ് എവൻ നമ്പർ 2, ഫസ്റ്റ് ഓഡ് നമ്പർ 1. അടുത്തതായിട്ട് സെക്കൻഡ് ഇവൻ നമ്പർ എത്രയാണ്? 2നോട് 2 കൂട്ടിയാൽ 4. ഫോർത്ത് ഇവൻ നമ്പർ എത്രയാണ്? 8 ആണ് അല്ലേ? പിന്നെ 10th ഇവൻ നമ്പർ 20 ആണ്. 50th ഇവൻ നമ്പർ എത്രയാണ് അപ്പം വരിക? 100 ആണ് അല്ലേ? അതുപോലെ തന്നെ ഫസ്റ്റ് ഓഡ് നമ്പർ 1 ആണ്. സെക്കൻഡ് ഓഡ് നമ്പർ ഈസ് 3 ആണ്. പിന്നെ ഫോർത്ത് ഓഡ് നമ്പറാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത്, അത് 7 ആണ്. പിന്നെ 10th ഓഡ് നമ്പർ ചോദിച്ചിട്ടുള്ളത് ഇവിടെ 20 ആയതുകൊണ്ട് തന്നെ ഇപ്പുറം 19 ആണ്. പിന്നെ 15th ഇവൻ നമ്പർ 100 കഴിഞ്ഞല്ലോ. അപ്പോൾ 15th ഓഡ് നമ്പർ എന്ന് പറയുന്നത് 99 ആണ്. അടുത്തതായിട്ട് 100th ഇവൻ നമ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് വരിക? 200 ആണ് വരിക. 400 ഈസ് ദ ഡാഷ്ഡ് ഇവൻ നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 800 ആണല്ലേ വരിക. അടുത്തത് റൈറ്റ് ആൻഡ് റോങ് ആണ്. ഇവിടെ ബോർഡിൽ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ റോഡ് ഡൗൺ സം സെറ്റ്സ് ഓഫ് കോൺസെക്യൂട്ടീവ് നമ്പേഴ്സ് ആൻഡ് ദ ടീച്ചർ കോപ്പീഡ് ദീസ് ടു ദ ബ്ലാക്ക് ബോർഡ്. ഇപ്പോൾ കുട്ടികൾ എഴുതിയത് ടീച്ചർ കോപ്പി ചെയ്തതാണ്. ഫൈൻഡ് ദ റൈറ്റ് ആൻഡ് റോങ് പാറ്റേൺ. സം ഓഫ് ദീസ് ആർ റോങ്. ഫൈൻഡ് ആൻഡ് ദ കറക്റ്റ് നമ്പർ. അത് കുട്ടികൾ കറക്റ്റ് ചെയ്യുക കേട്ടോ. റൈറ്റ് പാറ്റേൺ ഏതാ നോക്കുക, തെറ്റുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുക. അടുത്തത് ഏതാണ്? ബിറ്റ്വീൻ 2000 ആൻഡ് 3000 ഓഡ് നമ്പറാണ്. 3000ൻ്റെ 2000ൻ്റെ ഇടയിലുള്ള നമ്പറാണ്. അപ്പോൾ 2000 ആയിരിക്കും ഫസ്റ്റ് വരിക. രണ്ടിന് നടുക്കാകുമ്പോൾ ഫസ്റ്റത്തെ ലെറ്റർ 2 ആയിരിക്കും അല്ലേ? പിന്നെ ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയാണ്. അപ്പോൾ പിന്നെ വരുന്നത് ഡിജിറ്റ് ഇൻ ദ ടെൻസ് പ്ലേസ് 6. അപ്പോൾ ടെൻസിൻ്റെ സ്ഥാനത്ത് 6 ആണ് വരിക. ഡിജിറ്റ്സ് ഇൻ ദ വൺസ് പ്ലേസ് ആൻഡ് ദ ഹൺഡ്രഡ്സ് പ്ലേസ് ആർ ദ സെയിം. ഹൺഡ്രഡ്സിൻ്റെതും വൺസിൻ്റെ സ്ഥാനത്ത് സെയിം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 5 സംഖ്യകളുണ്ട് അല്ലേ? അപ്പോൾ 2161 കൊടുക്കാം, 2363 കൊടുക്കാം, 2565 കൊടുക്കാം, പിന്നെ 2767, 2969 കൊടുക്കാം. ഓക്കെ അല്ലേ? അടുത്തത് 1-ാം പാഠത്തിലെ ലാസ്റ്റ് പേജാണ്. ഫിൽ ഇൻ ദ മിക്സിംഗ് നമ്പേഴ്സ് ടു ഫോം 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇൻ ഈച്ച് റോ. അപ്പം തന്നത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 2999, 3000, 3001, 2098, 2099, 2100 വരും. 2100, പിന്നെ 5999, 6000, 6001, 6000 വരും അവിടെ. പിന്നെ 6199 തന്നിട്ടുണ്ട്. അപ്പോൾ 6198 ബാക്കിൽ വരും, 6200 മുന്നിൽ വരും അല്ലേ? പിന്നെയോ 4200 തന്നിട്ടുണ്ട്. അപ്പോൾ 4199 കൊടുക്കാം ബാക്കിൽ, 4201 കൊടുക്കാം ഫ്രണ്ടിൽ. പിന്നെ അടുത്തത് 7000 തന്നിട്ടുണ്ട്. അപ്പോൾ 6999 കൊടുക്കാം, 7001 കൊടുക്കാം ഇവിടെ. അടുത്തത് എന്താണ്?
സ്മോൾ ആൻഡ് ലാർജ്, ചെറുത് വലുത് ആണ് പറഞ്ഞിട്ടുള്ളത്, ചെറുതും വലുതും. ഇൻ ഈച്ച് റോ, ഓരോ വരിയിലും ഡ്രോ എ സർക്കിൾ അറൗണ്ട് ദ ലാർജസ്റ്റ് നമ്പർ, ഓരോ വരിയിലെയും വലിയ നമ്പറിന് സർക്കിൾ കൊടുക്കാനും ചെറിയ നമ്പറിന് എ സ്ക്വയർ റൗണ്ട് ദ സ്മോളസ്റ്റ് നമ്പർ, ചെറിയ നമ്പറിന് സ്ക്വയർ കൊടുക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ 4275, 4257, 4725, 4752, 4572, അതിലേതാണ് ഏറ്റവും വലുത്? 4700 ആയിരിക്കും എന്തായാലും വലുത്. അപ്പോൾ 4752, അതിന് നമുക്ക് റൗണ്ട് ഇട്ട് കൊടുക്കാം. പിന്നെയോ ഏറ്റവും ചെറുത് ഏതാണ്? 4200 ആയിരിക്കും അല്ലേ. അപ്പോൾ 4257 സ്ക്വയർ ഇട്ട് കൊടുക്കാം. പിന്നെയോ 57 അല്ല കേട്ടോ, തന്നെ 4257 സ്ക്വയർ ഇട്ട് കൊടുക്കാം. അടുത്തത് ഏതാണ്? അടുത്ത ലൈനിൽ 4700 ആണ് അല്ലേ. അപ്പോൾ 4762 ഉണ്ട്, 4226 ഉണ്ട്. അപ്പോൾ അതിൽ 4762 ആണ് വലുത്. അപ്പോൾ അതിന് സർക്കിൾ ഇട്ട് കൊടുക്കാം. പിന്നെ 4267 സ്ക്വയർ ഇട്ട് കൊടുക്കാം. പിന്നെ അടുത്തത് ഏതാണ്? 4755, 57 ഉണ്ട്. അപ്പോൾ 57 സർക്കിൾ ഇട്ട് കൊടുക്കാം. 4262 സ്ക്വയർ ഇട്ട് കൊടുക്കാം. അടുത്തതോ 4700 ഉണ്ട്. അപ്പോൾ 702 ഉണ്ട്. അപ്പോൾ 4772 സർക്കിൾ ഇട്ട് കൊടുക്കാം. 4247 സ്ക്വയർ ഇട്ട് കൊടുക്കാം. അടുത്തതോ 4767 നമുക്ക് എന്ത് കൊടുക്കാം? സർക്കിൾ ഇട്ട് കൊടുക്കാം. 4252 സ്ക്വയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലോണം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. മാക്സിമം എല്ലാ കുട്ടികൾക്കും മനസ്സിലാവേണ്ട രീതിയിൽ വിശദമായിട്ട് തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സസുമായിട്ട് വരാം. ബൈ.